ഹായ് ഹലോ, ഇന്ന് ഞങ്ങൾ പ്രൈഡ് സ്കൂളിൻ്റെ ഇനാഗ്രേഷന് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആ സ്കൂളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അടിപൊളി ക്ലാസ് റൂമാണ്, പുതിയതായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് റൂമുകളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ ചെറിയ കുഞ്ഞു മക്കൾക്ക് പഠിക്കാൻ പറ്റിയ ക്ലാസ് റൂമുകളാണ്. അതേപോലെ അക്ഷരങ്ങളായിട്ടും മാത്സും മലയാളവും അറബി ഇംഗ്ലീഷ് എല്ലാ വാക്കുകളും അക്ഷരങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതുപോലെ ബെഞ്ചായാലും നല്ല സെറ്റപ്പ് ബെഞ്ചൊക്കെയാണ്. ഞാനൊരു 8 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അവിടേക്ക്. പിന്നെ ഞങ്ങളെ കൂടെയുള്ള കുറച്ച് ടീച്ചേഴ്സും ഉണ്ടായിന്. ഞങ്ങളെ ചങ്ക്സ് ഗ്രൂപ്പുള്ള ഒരു ചങ്കിൻ്റെ സ്കൂളും കൂടിയാണ്. ടീച്ചർ തന്നെയാണ് അവിടെ പ്രിൻസിപ്പാളായിട്ടും. ടീച്ചറെ സ്ഥാപനം തന്നെയാണ്. അപ്പോൾ നല്ലൊരു കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥാപനമാണ്. കണ്ടാൽ തന്നെ നമുക്കറിയാം ഏത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടണം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചുമർചിത്രങ്ങളും കാര്യങ്ങളൊക്കെയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പാളൊക്കെ ആയിട്ടുള്ള ടീച്ചർ തന്നെ 20 വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുള്ള ടീച്ചറാണ് കേട്ടോ അവിടെ ഉള്ളത്. ടീച്ചർ മുമ്പൊക്കെ വേറെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയതാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ഇട്ടിട്ട് മുകളിൽ ഒരുപാട് സ്ഥലം ഒഴിവുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് കുട്ടികൾക്ക് വെയിലൊന്നും കൊള്ളാതെ തന്നെ അവിടെ പോയി കളിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ മുകൾക്ക് കയറിയതാണ്. ഇത് അവിടുത്തെ കിച്ചണാണ്. കിച്ചൺ സെറ്റാക്കാണ്ട് പണി ഇങ്ങനെ ഏകദേശമൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് ടോയ്ലറ്റാണ്. ഒന്ന് ടീച്ചേഴ്സിനുള്ളതും 2 കുട്ടികൾക്കുള്ളതും കൂടിയാണ്. കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഓടിച്ചാടി കളിക്കാൻ പറ്റിയ റൈഡുകളും ഉണ്ട് കേട്ടോ. ഊഞ്ഞാലായിട്ടും മറ്റ് റൈഡുകളൊക്കെ ആയിട്ട് ഒരുപാട് റൈഡുകളും ഉണ്ട് സ്കൂളിൽ. എല്ലാം കൊണ്ടും സെറ്റപ്പായിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന സെക്ഷനിലുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അഷ്റഫ് എന്നവർ 20 വർഷത്തിലധികമായി ഈ നീറാട് അതുപോലെ തന്നെ വട്ടപ്പറമ്പ് പ്രദേശങ്ങളിൽ അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ സ്ഥാപിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ നാട്ടിലുള്ള എല്ലാവരുടെയും അഗൈബമായിട്ടുള്ള സഹകരണം ഈ സ്ഥാപനത്തിന് തുടർന്നും വേണമെന്നാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിയും വളരെ അച്ചടക്കത്തോടു കൂടി അതുപോലെ തന്നെ മികച്ച പരിശീലനത്തിലൂടെ നല്ല അക്കാദമിക് മികവിലൂടെ നിങ്ങൾക്ക് പുറത്തിറക്കാൻ കഴിയുമെന്നുള്ളൊരു വാക്കാണ്, നിങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ്. ഒരു പ്രൈവറ്റ് സ്ഥാപനം പൊതു സ്ഥാപനത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനം ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ മേധാവികൾക്ക് വണ്ണം വെക്കാനുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു സ്രോതസ്സായി മാത്രം ഇതിനെ കാണുന്നില്ല എന്നുള്ളതാണ്. വളരെ സന്തോഷപൂർവ്വം എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതേപോലെ നമ്മുടെ കൗൺസിലർ, അതേപോലെ ചെയർപേഴ്സൺ അഷ്റഫ് മടാൻ എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിത ഷഹീറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനപ്പുറം എൻ്റെ സഹ കൗൺസിലർമാരായ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ അവറുകൾ, വേദിയിലുള്ള വാർഡ് കൗൺസിലർ റംല അവറുകൾ, അതുപോലെ തന്നെ ഈ വേദിയിൽ സന്നദ്ധരായ പ്രിയപ്പെട്ടവരെ, അതുപോലെ നാട്ടുകാർ, ഇന്ന് നമ്മുടെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചിട്ടില്ല, MP വരുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു ആശംസകൾ പറയാണ്. ഇന്ന് ഇവിടെ എല്ലാവരും കൂടിച്ചേർന്നത് സ്കൂളിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലാണ്. തീർത്തും ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പ്രീ പ്രൈമറി സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ അനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും മികച്ച ഭൗതിക സൗകര്യമാകുക, ഏറ്റവും നല്ല ഒരു നല്ല പഠനാന്തരീക്ഷം ഉണ്ടാകുക. അങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടിയുടെ ഒരു പഠന ജീവിതം വളരെ വളരെ ബ്രൈറ്റായിരിക്കും, വളരെ വളരെ സന്തോഷകരമായിരിക്കും. അത്തരമൊരു സംവിധാനത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ കുട്ടികളെ ഈ സ്കൂളിൽ ചേർക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലുള്ള സ്കൂളുകൾ ഇപ്പോൾ ഇവിടെ പരിസരത്ത് ഇപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഈ നമ്മുടെ കൂനൈൻ ഭാഗത്തേക്കുള്ള റോഡ്, വട്ടപ്പുറമ്പിൽ കൂനൈൻ ഭാഗത്തേക്കുള്ള റോഡ് കയറി ഇങ്ങോട്ട് ഇറങ്ങി സാധാരണ നമ്മളിപ്പോൾ ഞങ്ങൾ നഗരസഭ വന്നതിന് ശേഷം നമ്മുടെ അംഗനവാടികളൊക്കെ ഒന്ന് സജീവമാക്കാൻ തീരുമാനിച്ചു. ഈ അംഗനവാടികൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ
1 സെൻറ്റ് 1.5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും തീരുമാനിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ അംഗനവാടി സ്മാർട്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷേ മറ്റിപ്പോൾ ഇതുപോലെ ഊഞ്ഞാലോ സിസോ അതേമാതിരി പ്ലേ ഗ്രൗണ്ടൊക്കെ കൊടുക്കാൻ സംവിധാനമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 10-20 സെൻറ്റ് സ്ഥലത്ത് അല്ലേ? നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ, നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ 20 വർഷത്തെ പാരമ്പര്യ സൗകര്യത്തോടു കൂടിയുള്ളൊരു ടീച്ചേഴ്സാണ് ഫോമിനി ടീച്ചർ. അവരുടെ ഒരു നേതൃത്വത്തിലാണ് കൊണ്ടോട്ടി നഗരസഭ 8ാം ഡിവിഷൻ വട്ടപ്പറമ്പ് ഇന്ന് നമ്മുടെ ഹിറ്റി മുഹമ്മദ് ബഷീർ നമ്മുടെയൊക്കെ 4 നിമിഷങ്ങൾക്കകം സമർപ്പിക്കാൻ പോകുകയാണ്. എന്നെയും നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാം, നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല ഒരു അതിമനോഹരമായ ഈ ഒരു പ്രീ പ്രൈമറി സ്കൂൾ വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷം തന്നെയാണ്. നമ്മളൊക്കെ സംബന്ധിച്ച്, നമ്മുടെ ബഹുമാന്യ ടീച്ചറെയൊക്കെ സംബന്ധിച്ച്, ടീച്ചറെ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയമുള്ളൊരു ടീച്ചേഴ്സാണ്. കാരണം എൻ്റെ 2 മക്കൾ ട്വിൻസുകളേന് അവർ പഠിച്ച കാലത്ത് തന്നെ അറിവിൻ്റെ അക്ഷരമുറ്റത്ത് പറന്നെത്തുന്ന പ്രിയ കുരുന്നുകൾക്ക് ഏത് രീതിയിൽ നമുക്ക് അക്ഷരം പഠിപ്പിച്ച് കൊടുക്കാനെന്ന് പറയുന്ന അത്ര രീതിയിലുള്ളൊരു ടീച്ചർ. അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് കാര്യങ്ങളല്ലേ. ശേഷം മർദ്ദിത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിലും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ പുറത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടുകാരനാണ് ബഹുമാനപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ സാഹിബ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ, ഈ സ്കൂളിൻ്റെ പ്രീ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾക്കറിയാം, രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല ചാരിറ്റി രംഗത്ത് CH സെൻറ്റർ എന്ന സമുച്ചയത്തിൻ്റെ, തിരുവനന്തപുരം CH സെൻറ്ററിൻ്റെ സമുച്ചയത്തിൻ്റെ മേധാവി കൂടിയാണ് അദ്ദേഹം. തിരുവനന്തപുരം CH സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം RCCയിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ആശാ കേന്ദ്രമാണ് തിരുവനന്തപുരം CH സെൻറ്റർ. അതുപോലെ തന്നെ ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം എത്തട്ടെ. വലിയ വലിയ സ്ഥാപനത്തിൻ്റെ പിന്നീട് നമ്മൾ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ഉണ്ട്, ഇത് അറിയാം, അഷഫ് മടാൻ, എൻ്റെ പ്രിയ സ്നേഹിതൻ RB ഹാരിസ്, അതുകൂടാതെ നമ്മുടെ റംല കളവണ്ടി, ജിംഷ, ഫൗസിയ ബാബു, PV ലത്തീഫ് മുഹമ്മദ് UK, ഡാൽമി അവർ, റാഫത്തി, MP മുഹമ്മദ്. ഇതിൽ വരുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവരൊന്ന് എന്നെ വിളിച്ചപ്പോൾ ഇതിൻ്റെ ഒരു എന്ന വിധത്തിലാണ് ഇതെന്നൊക്കെ പറയുകയുണ്ടായി. വളരെ നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നടക്കുന്നവരുടെ മനസ്സാണ്. കാര്യം ഈ നിങ്ങളിപ്പോൾ സ്കൂൾ ലെവലല്ല, പ്രിപ്പറേഷൻ പോലെ ലെവൽ